4 വർഷത്തെ DTH കണക്ഷനും OTT പ്ലാറ്റ്ഫോംസും തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരട്ടെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് 23 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ഡിഷ് ടിവിയുടെ പുതിയ സ്മാർട്ട് TV സെഗ്മെന്റ് ആയ VZY എന്ന് പറയുന്ന ടിവിയെ പറ്റിയാണ്. 32 ഇഞ്ച് മുതൽ 65 ഇഞ്ചിന്റെ ടിവി വരെ നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് 55 ഇഞ്ചിന്റെ ടിവിയാണ്. മോഡൽ വരുന്നത് X55 UHQ G5AV ഡോൾബി വിഷൻ HDR10 നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ HDR കണ്ടന്റുകൾ അതിന്റെ കോൺട്രാസ്റ്റ് ഡീറ്റെയിലിംഗ് കൂടുതലായിരിക്കും. സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള LED ടിവികളിൽ എത്ര വലിയ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റി കളറാണ് നമുക്ക് ആ ടി വിയിൽ നിന്ന് ലഭിക്കാറ്. പക്ഷേ ഈ ടി വി അങ്ങനെയല്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു ടി വിയിൽ നിന്നും ലഭിക്കുന്നത്. 60 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ALLM സപ്പോർട്ടാണ്. കൺസോൾസ് ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാനായിട്ട് സാധിക്കും. ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 350 നിറ്റ്സ് ആണ്. 50 വാട്ട്സിന്റെ ബോക്സ് ടൈപ്പ് സ്പീക്കറാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. സൗണ്ട് വളരെ ലൗഡും ബേസും കൂടുതലായിരിക്കും. ഡോൾബി അറ്റ്മോസും നമുക്ക് ഈ ഒരു മോഡലിൽ സപ്പോർട്ടാണ്. ഡോൾബി അറ്റ്മോസും ഡോൾബി വിഷനും ഉള്ളതുകൊണ്ട് തന്നെ മൂവി എക്സ്പീരിയൻസും അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഗൂഗിൾ TV ആണ്. ആൻഡ്രോയിഡ് 14 ആണ് ഇതിന്റെ വെർഷൻ വന്നേക്കുന്നത്. സാധാരണ ഗൂഗിൾ TV അല്ലെങ്കിൽ ആൻഡ്രോയിഡ് TV യൂസ് ചെയ്യുന്നവർക്കറിയാം ചില മോഡൽസിൽ ഭയങ്കര ഹാങ്ങിങ് ആയിരിക്കും. നമുക്ക് എത്ര പ്രസ് ചെയ്താലും അനങ്ങില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. പക്ഷെ ഇതങ്ങനെയല്ല, ഭയങ്കര ഫാസ്റ്റ് ആണ്. ശരിക്കും അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ. ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2GB റാമും 16GB സ്റ്റോറേജും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് കരോക്കെ മോഡ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് പാടാനായിട്ട് സാധിക്കും. USB പോർട്ട് വഴിയോ ബ്ലൂടൂത്ത് വഴിയോ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. ടിവിയുടെ സ്പീക്കർ വഴി നമ്മുടെ ശബ്ദം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും, പാട്ട് പാടാനായിട്ട് സാധിക്കും. നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കരോക്കയുടെ ആപ്പോ അല്ലെങ്കിൽ യൂട്യൂബിൽ കരോക്കെ മോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടാനായിട്ടും സാധിക്കും. ഇനി ഈ ഒരു TV നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 3 വർഷമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇതിൻ്റെ കുറച്ചൊരു വലിയ TV എടുക്കണം അല്ലെങ്കിൽ വേറെ മോഡൽ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി വഴി നമുക്ക് ഈ TV കൊടുത്തിട്ട് ഇതിൻ്റെ കൂടിയ TV എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഓരോ വർഷം കഴിയുമ്പോൾ പുതിയ ടെക്നോളജീസ് വരെയല്ലേ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പോൾ ഓണം ഓഫറായിട്ട് ഈ ഒരു TVക്ക് 4 വർഷം ഫുൾ വാറണ്ടി വരുന്നുണ്ട്. 3+1 4 വർഷം ഫുൾ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 വർഷത്തേക്ക് DTHും OTT പ്ലാറ്റ്ഫോംസും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും. പക്ഷേ നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ബാക്കി എല്ലാം 4 വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഈ 4 വർഷത്തെ DTH കണക്ഷനും OTT പ്ലാറ്റ്ഫോംസും കൂടി നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40,000 അടുത്ത് വരും. ഈ ഒരു ടിവിയുടെ പ്രൈസ് നിങ്ങൾക്കറിയാമോ? 45,900 മാത്രമേ ഈ ഒരു മോഡലിന് ഏകദേശ മാർക്കറ്റ് പ്രൈസ് വരുന്നുള്ളൂ.